തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന തേജ എന്ന് പറയുന്നൊരു IAS ഓഫീസർ, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കുറച്ച് ദിവസം KTDCയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തി കുറച്ച് നാളെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ടൂറിസം ഡയറക്ടറാക്കി KTDCയുടെ ചുമതലയും അന്ന് കൊടുത്തായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് വന്നാണ് പറഞ്ഞു, സാർ, ഈ KTDCയുടെ വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ KTDCയുടെ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് പ്രധാനപ്പെട്ട തെരുവിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നുവെച്ചാൽ ദേശീയപാതയുടെ സൈഡിൽ തന്നെയാണ് മിക്കവാറും കണ്ണൂർ വരെയുള്ള എല്ലാ KTDC സ്ഥാപനങ്ങളും നിൽക്കുന്നത്, പാറശാലയും തുടങ്ങിയാൽ. പിന്നെ ഉള്ളത് പ്രൈം ലൊക്കേഷൻസിൽ തന്നെയാണ്. പക്ഷേ സാർ, അവരാരും തന്നെ വാഹനങ്ങൾ ഇവിടെ നിർത്തി ഇങ്ങനെ ആളുകൾ ഇവിടെ ഇറങ്ങുന്നില്ല, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നില്ല. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സാർ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വരുമാനം 4 ഇരട്ടി ഞാൻ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ കാര്യം, സർക്കാരിൻ്റെ അനുവാദമൊന്നും ചോദിച്ചാൽ കിട്ടുകയില്ല. നമുക്ക് KTDC ഹോട്ടലുകളുടെ മുന്നിൽ ഉള്ള മതിൽ പൊളിക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എല്ലാ മതിലും പൊളിക്കാം. പിറ്റേ ദിവസം വാഹനം ഇതിനകത്ത് കയറുന്നില്ല. ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇടുങ്ങിയ ഒരു വലിയ ബസ്സല്ലേ വരുന്നത്. ആ ബസ് ഒരിക്കലും പുറത്ത് നിർത്തിയിട്ട് ആളെ ഇങ്ങനെ കെട്ടില്ല. അവർക്ക് അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് ഉണ്ടാവേണ്ടേ? ആക്സസ് ഇല്ല, ചെറിയ ഗേറ്റാണ്. ആ ഗേറ്റിലൂടെ ബസ്സൊക്കെ എടുത്ത് വളച്ചും തിരിച്ചൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഒരു രാത്രി കൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള KTDCയുടെ ഹോട്ടലുകളുടെ മുന്നിലുണ്ടായിരുന്ന മതിലുകൾ പൊളിച്ചു മാറ്റി. വളരെ മനോഹരമായിട്ട് പൊളിച്ചു മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് KTDCയുടെ വരുമാനം, കാര്യം വാഹനങ്ങൾ അവിടെ നിർത്താൻ തുടങ്ങി, അകത്തോട്ട് കയറ്റിയിടാൻ തുടങ്ങി. തുറന്നു കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ വാച്ച്മാനുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ഒരു മതിൽ കൊണ്ട് മറച്ചില്ല. മതിലെടുത്ത് കളഞ്ഞപ്പോഴേക്ക് വരുമാനം 4 ഇരട്ടി വർദ്ധിച്ചു, പിന്നെ 10 ഇരട്ടി വർദ്ധിച്ചു. KTDC ലാഭകരമായത് അത്തരം ചില തീരുമാനങ്ങൾ, ആ തീരുമാനം മാത്രമാണെന്ന് ഞാൻ പറയുകയല്ല, അത്തരം തീരുമാനങ്ങളിലൂടെ വളരെ ലാഭകരമായിക്കൊണ്ട് ഞാൻ ആ കൃഷ്ണ തേജ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എപ്പോഴും ഞാൻ ഓർക്കും. അങ്ങനെയുള്ള IAS കാരനാണെന്നുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തു എന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാണ് ഒരു അനുവാദവും വാങ്ങാതെ, സർക്കാരിൻ്റെ അനുവാദവും വാങ്ങാതെ കെട്ടിയിരുന്ന മതിലുകളെല്ലാം പൊളിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. KTDCക്ക് ഇപ്പോഴും പല സ്ഥലങ്ങളിലും നല്ല നല്ല ഇതുണ്ട്, മനോഹരമായല്ലോ. കുറ്റാലം അവിടെയൊക്കെ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇട്ടിരിക്കുക. ഇല്ല, ഇവിടെ ഇപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം ഉണ്ടല്ലോ, കുമരകത്ത് KTDCയുടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി. ഇപ്പം പോകണം. നിങ്ങൾ ഒരു എത്ര വർഷത്തിന് മുമ്പായിരുന്നു പോയിട്ടുള്ളത്? 2 വർഷം മുമ്പായില്ലേ? യെസ്, ഓക്കെ. എങ്കിലും ഈ പുതിയ സാധനത്തിലാണ്. അത് നവീകരിച്ചത് ഞാൻ ഈ തേജ MD ആയിരുന്ന സന്ദർഭത്തിലാണ്. ഹോട്ടലുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ചുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അതാണ്. പിന്നെ നമ്മുടെ ലേക്ക് പാലസ്, തേക്കടി ലേക്ക് പാലസ്, അതൊരു പ്രത്യേക ഫീലാണത്. പിന്നെ മൂന്നാറിലെയും KTDCയുടെ പ്രോപ്പർട്ടി നല്ലതാണ്. അങ്ങനെ KTDCയുടെ ഈ പ്രൈം സ്ഥലത്തെ പ്രോപ്പർട്ടികളെല്ലാം പൊതുവേ നല്ലതാണ്. ഇപ്പം മുഴുപ്പിലങ്ങാട് തുടങ്ങി. മുഴുപ്പിലങ്ങാടും എൻ്റെ പീരീഡിലാണ് ആരംഭിച്ചത്. മുഴുപ്പിലങ്ങാട് അതെ, ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനാണ് അതിന് തുടക്കമിട്ടത്. വലിയ 30-35 കോടിയുടെ വലിയൊരു പ്രോജക്റ്റായിരുന്നു മുഴുപ്പിലങ്ങാട്. പിന്നെ അവിടെ ഒരു ബീച്ച് സമീപകാലത്തല്ല, അതും എൻ്റെ പീരീഡിൽ തന്നെ. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണല്ലോ, ധർമ്മടത്താണ് ആ ബീച്ച് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും അതിന് വേണ്ടിയിട്ടുള്ള AS ഉം TS ഉം കൊടുത്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതെല്ലാം വരില്ല. എനിക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ് അതൊക്കെ.